കുഞ്ഞിച്ചോ മിനാസാൻ നാനോ മിഷിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 25ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ, നാനോ മിഷിൻ്റെ മാൻഹോ അടുത്ത വ്യാഴാഴ്ച കൊണ്ട് ഒഫീഷ്യലി എൻഡാകാനായിട്ട് പോകുവാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എങ്ങനെ നോക്കിയാലും ഒരു 25-26 എപ്പിസോഡ് കൂടി നാനോ മിഷൻ എന്ന സീരീസ് കംപ്ലീറ്റ്ലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുശേഷം ഈ നാനോ മിഷിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റോറിയുള്ള മിസ്റ്റ് മൈറ്റ് മഹേവ് എന്ന് പറയുന്ന ദി ഫസ്റ്റ് ഹെവൻലി ഡീം എന്ന സ്റ്റോറി ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും പറഞ്ഞത് ഞാനിപ്പോൾ ഉഡായിപ്പാണ്, ഞാനിപ്പോൾ പ്രോപ്പർലി വീഡിയോ ഇടുന്നില്ല, താമസിച്ചാണ് വീഡിയോ ഇടുന്നത്. ഗൈസ്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ നോക്കിയിട്ട് ആവറേജ് 23 മിനിറ്റ്സ് ഓഫ് വീഡിയോ ഇടുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 ദിവസമായിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റുള്ള എപ്പിസോഡ് വെച്ച് കിട്ടുന്നുണ്ട്. എടാ, ഒരു ആനിമി എപ്പിസോഡിന് 18 മിനിറ്റ് മാക്സിമം കാണത്തുള്ളൂ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ലേ? ഗൈസ്, പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ 5 മണി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ട് ഞാനിപ്പോൾ 3 ദിവസം ഞാൻ താമസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രാത്രി വീഡിയോ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് 8 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ എന്തായാലും ഇന്ന് വീഡിയോ കുറച്ച് ചെറുതായിരിക്കും, 2 ചാപ്റ്റർ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറയുവാണ്, ഈ വരുന്ന സൺഡേ നമ്മുടെ നാനോ മിഷിൻ്റെ അല്ലെങ്കിൽ ഒരു തരത്തിലെ എപ്പിസോഡും കാണുന്നതല്ല. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഇയോൺ അറ്റാക്സ് നേരെ നിലത്തേക്ക് വരികയാണ് ഉണ്ടായത്. അവൻ ഒരേ സമയം തന്നെ എല്ലാവരും തന്നെ പിന്നെ കാണുന്നത് ആ സോട്സ് അവൻ്റെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കഴുത്തങ്ങോട്ട് അറുത്ത് കളയുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവൻ അവരെല്ലാവരും നിസ്സാരമായി കൊന്നു കളഞ്ഞു. താങ്കൾ സക്സസ്ഫുള്ളി തന്നെ ദി 7 സ്റ്റാർ അൾട്ടിമേറ്റ് ബ്ലഡ് ആറെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. യൂസർ പാറ്റേൺ ഇപ്പോൾ താങ്കളുടെ ഫീൽഡിലേക്ക് സേവ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ സുപ്രീം സേബറോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഇതിന്റെ ഫ്ലോസ് വെച്ചുകൊണ്ട് ഒരു ടെക്നിക് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് എൻ്റെ കൾട്ട് മെമ്പേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അത്ര പാട് കാണത്തില്ല. നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ശരിക്കും സ്ട്രോങ്ങറായി മാറണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും എൻ്റെ പാത പിന്തുടരാൻ പറ്റത്തുള്ളൂ. പിന്നെ കാണിക്കുന്ന ഒരു കിടിലൻ ക്ലാഷാണ്. അതായത് നമ്മുടെ ലീമോങ് നേരെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചല്ല ഇവൻ എനിക്കൊരു മാച്ച് ആയിരിക്കുമെന്ന്. ഞാൻ ഇവനെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവനെ എത്രയും പെട്ടെന്ന് കൊന്നിട്ട് വേണം ബാക്കിയുള്ള സെറ്റ് ലീഡേഴ്സുമായിട്ട് ഡിമോണിക്കൽ ലീഡറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. അല്ല, അവൻ ഓൾറെഡി അവൻ്റെ ഫൈറ്റ്സ് എൻഡ് ചെയ്തോ? നാശം, എനിക്ക് ബാക്കിയുള്ള സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. പ്ലാൻ ബി, എല്ലാവരും പ്ലാൻ ബി ചെയ്യും. ആ സമയത്ത് അവർ പറയും ചെയ്യും, യെസ് സാർ. അല്ല, പിന്നെ കാണുന്നത് അവരുടെ ശരീരമൊക്കെ വികസിക്കാൻ തുടങ്ങുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ കൈയും കാലൊക്കെ വലുതായി അവർ ഒരു മാസീവുള്ള രൂപത്തിലേക്ക് മാറി. എൻ്റെ ശരീരത്തെ പവറുകൾ തിളക്കുകയാണ്. എന്ത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സലാട്ടോ? അടുത്ത സെക്കൻഡ് അവനെ അറ്റാക്ക് ചെയ്യും. അത് മാത്രമല്ല അവൻ്റെ ശരീരം പല കഷ്ണങ്ങളായിട്ട് അവൻ മുറിച്ച് കളയുകയും ചെയ്തു. എന്നിട്ട് പറയും ചെയ്യും, ഇനി നിനക്കൊക്കെയാ എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. ഇതാണ് ദി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റിവേഴ്സൽ, ദി ഡിവൈൻ ആർട്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നാംഗുൻ പെട്രേച്ച് കാണുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഇവരുടെ ട്രംപ് കാർഡ്. ഇത് ശരിക്കും ഒരു കോൺസ്റ്റൻസ് ആണോ? പക്ഷേ അവരിത് ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിമോണിക്കൾട്ടാണ് ഇവിടെ വിജയിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ട്രംപ് കാർഡ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനൊരു വിസിലോതും. അതെല്ലാവരും തന്നെ കേൾക്കുകയും ചെയ്യും. ഫോർ ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അവരുടെ പോക്കറ്റിലുള്ള ഒരു സാധനം എടുത്ത് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഫോർ ദി ബ്ലൂ ഹെവൻ സൊസൈറ്റി, നീയൊക്കെ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തന്റെ കൈ തന്നെ അവൻ അറുത്ത് മാറ്റി. എന്നിട്ട് അവന്റെ ശരീരത്തിൽ ഒരു അറ്റാക്കും ചെയ്തു. അവന്റെ കൈയാട്ടെ നേരെ നിലത്തേക്ക് വീണു. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ അവനൊരു കൗണ്ടർ അറ്റാക്കാണ് ചെയ്തത്. അല്ല, ഈ ഒരു സ്ട്രെങ്ത് ഇതെപ്പോഴാണ് ഇവന് കിട്ടിയത്? അത് മാത്രമല്ല ഇവന് വേദന എന്തെന്ന് അറിഞ്ഞൂടെ? അവന്റെ കൈ പോയിട്ടും അവൻ എന്നെ ഫൈറ്റ് ചെയ്തു. അവന് ഒരു കൂസലില്ലാത്തതുപോലെ. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ബെർസറക് സേബർഗോളാട്ടെ സാർമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അവൻ ചെയ്യുന്ന ഓരോ അറ്റാക്കും സാർമ നിസ്സാരമായി ഡോഡ്ജ് ചെയ്യും. എടാ നായെ, ഓടി ഒളിക്കുകയാണെന്ന് പറഞ്ഞു വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും അത് ഡോഡ്ജ് ചെയ്തു. എന്നിട്ട് നേരെ ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹം ഒന്ന് ഞെട്ടിയത്. കാര്യം അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ബെർസറക് സേബർഗോഡ് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു മാസീവുള്ള അറ്റാക്ക് അവിടെ ചെയ്തു. അവൻ അതും ഡോഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറി. അവൻ്റെ ശരീരം പൂർണ്ണമായിട്ടും സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതുപോലെയുണ്ട്. ഞാൻ കുറച്ചുകൂടെ എൻ്റെ ക്യൂ യൂസ് ചെയ്താൽ എനിക്ക് അവനെ ഡാമേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടാ നായെ, നീ എത്രയെന്ന് പറഞ്ഞാണ് ഇനിയും ഡോഡ് ചെയ്തിരിക്കാൻ പോകുന്നത്? ആ സമയത്ത് അവനൊന്ന് ഞെട്ടി. ഹെഡ് ഗാർഡിയൻ, നമ്മൾ അടുത്ത പ്ലാനിലേക്ക് കടക്കാൻ പോകുകയാണ്. വിൻഗോഡ്, നീ അത് നോക്ക്. ആ കാണുന്നത് അത് പ്യുവറുള്ള മാസക്കറായിരുന്നു.
നമ്മുടെ ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ചെയ്ത എല്ലാവരും തന്നെ അവിടെ ഉണ്ടെന്ന എല്ലാവരും വലിച്ച് കീറി കൊല്ലുകയായിരുന്നു. ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നു. രണ്ടാം ഭാഗം തുടങ്ങിയിട്ടേള്. ഇനി സംഭവിക്കാൻ പോകുന്നത് മാസക്കറാണ്. അത് കൊള്ളാം. നീ എന്താണ് വിചാരിച്ചത്? നിങ്ങൾക്ക് മാത്രമേ ഇതുള്ളെന്നോ? എങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. പിന്നെ കാണുന്നത് ഒരാൾ നേരെ മുകളിലേക്ക് നടന്ന് പോകുന്നതാണ്. അവനാട്ടെ ഒന്ന് ഞെട്ടി. അല്ല, ആ കാണുന്നത് വോയ്ഡ് സ്റ്റെപ്സ് അല്ലേ? പിന്നെ കാണുന്നത് ഇയോൺ ചിയൻ അവരുടെ എല്ലാവരും തല മുകളിൽ നിൽക്കുന്നതാണ്. അവൻ ആകാശത്തുകൂടെ നടക്കുകയായിരുന്നു. ടീമല്ലോട്ട്, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ ഇന്നർ എനർജി ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന പോലെയല്ല. അവനെ കണ്ടിട്ട് ലിറ്ററലി അവൻ പറക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഡിമോണിക് കൾട്ടിലെ നായെ, നീ എന്ത് ചെയ്യാൻ പോകുവാണ്? ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതെല്ലാം തന്നെ നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. അല്ല, അതൊരു മനുഷ്യനാണോ? അവൻ പറക്കുകയാണോ? ആ സമയത്ത് ഇയോൺ തന്റെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തി. അടുത്ത സെക്കൻഡിൽ ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ കാണുന്നത് അവിടെ നിലത്ത് കിടന്ന ഓരോ സോഡ്സും മുകളിലേക്ക് ഉയർന്നതാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ മാർഷൽ ആർട്ടിസ്റ്റിന്റെ സോഡും അവരുടെ കയ്യിൽ നിന്ന് തെറിച്ച് മുകളിലേക്ക് പറന്നുപോയി. എന്റെ സോഡ്! നിങ്ങൾ ആരും പാനിക് ആകേണ്ട കാര്യമില്ല. അവൻ നിങ്ങളുടെ സോഡിനെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ കാണുന്നത് 100 കണക്കിന് സോഡ്സ് മുകളിലേക്ക് ചെന്നതിന് ശേഷം ആ ഓരോ സോഡ്സിലേക്കും എൻഹാൻസ് ആയിട്ടുള്ള സോഡ് എനർജി ഫില്ലാകുന്നതാണ്. ഇത് കണ്ടു നിന്ന മുറുമലസിന്റെ എല്ലാ ലീഡേഴ്സും അത്ഭുതപ്പെട്ടു പോയി. ആ കാണുന്നത് എൻഹാൻസ് ആയുള്ള സോഡ് ഓറയല്ലേ? അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ അതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുവാണോ? ഈ കാണുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഞാനോ ടാർഗറ്റ് സെറ്റ് ചെയ്തോളൂ. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് ലിറ്ററലി ഒരു ഡീമൻ ആകാശത്ത് നിൽക്കുന്നതാണ്. ആക്ടിവേറ്റിംഗ് മൾട്ടി ലോക്ക് സിസ്റ്റം. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഓരോ എനിമീസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ മരിക്കാൻ പോകുന്നതിന് മുമ്പ് കാണാൻ പോകുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ സ്വന്തം ഒരു ടെക്നിക്കാണ്. അതിനെ ഞാൻ വിളിക്കാൻ പോകുന്നത്. അടുത്ത സെക്കൻഡ് അവൻ്റെ കയ്യിലേക്ക് ആ എനർജി റഷ് ചെയ്ത് വന്നിട്ട് അവൻ അങ്ങോട്ട് പറയുകയും ചെയ്യും, ദി ഹെവൻലി ഫ്ലാഷ്. പിന്നെ കാണുന്നത് ആ ഓരോ സോഡ്സും നിരെ മഴ പോലെ താഴത്തേക്ക് പെയ്ത് ഇറങ്ങുന്നതാണ്. അത് അവിടെ ഉണ്ടായിരുന്ന ഓരോ മാർഷൽ ആർട്ടിസ്റ്റിന്റെ ശരീരത്തിലേക്ക് കുത്തി കയറാനായിട്ട് തുടങ്ങി. ഒരു പേപ്പർ പിച്ച് കീറുന്ന പോലെ മനുഷ്യ ശരീരം അവൻ വലിച്ച് കീറാനായിട്ട് തുടങ്ങി. കണ്ടുനിന്ന എല്ലാവരും അത്ഭുതപ്പെട്ട് പോവുകയാണ് ഉണ്ടായത്. ആ ഒരു അറ്റാക്ക് അതെല്ലാം തന്നെ പ്രിസൈസ്ലി എനിമീസിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ടീമിലോട്ട് ഇത് താങ്കൾ തന്നെ. എന്നാൽ ഇയോൺ ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ലായിരുന്നു. അവന്റെ ഓരോ അറ്റാക്സിലും അത്രത്തോളം പ്രിസിഷനും അത്രത്തോളം പവറും ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ താഴെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഹ്യൂബോം കാണുന്നുണ്ടായിരുന്നു. ടീമല്ലോട്ട്, ഇത് ശരിക്കും അടിപൊളിയാണല്ലോ. ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? എന്റെ 10 സ്റ്റാർ ക്യൂ യൂസ് ചെയ്തിട്ട് എനിക്കത് മേർലി ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എല്ലാരും ഇപ്പൊ തന്നെ ഗ്രൂപ്പായിട്ട് മാറി ഒരുമിച്ച് നിന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്ക്. അല്ലാതെ മറ്റു മാർഗമില്ല. ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സമയത്ത് അവൻ കാണുന്നത് ഒരാൾക്ക് പോലും അത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാര്യം അതിനൊരു ഗ്യാപ്പ് ഇയോൺ ചിയോൺ അവർക്ക് നൽകുന്നില്ല. ക്യാപ്റ്റൻ, ആരും തന്നെ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ഇതൊട്ടും നല്ലതല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവന്റെ തലയിലേക്കും ആ ഒരു അറ്റാക്ക് വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സുപ്രീം പീക്കിലുള്ള ഒരു മാസ്റ്ററിന്റെ തല ഇത്ര നിസ്സാരമായി തന്നെ. ആ സമയത്ത് അവനത് സെൻസ് ചെയ്തു. നേരെ തിരിഞ്ഞുകൊണ്ട് ആ ഒരു അറ്റാക്ക് അവൻ ബ്ലോക്ക് ചെയ്തു. പക്ഷേ അത് അത്രത്തോളം പവർഫുൾ ആയിരുന്നു. അവന്റെ ഒരു സോഡ് ലിറ്ററലി ബ്രേക്ക് ആയിപ്പോയി. പെട്ടെന്ന് 3 അറ്റാക്സ് അവന്റെ പുറകെ വന്നു. അവൻ അതെല്ലാം തന്നെ ഡോഡ് ചെയ്ത് മാറുന്നുണ്ടെങ്കിലും 4ാമത്തെ അറ്റാക്ക് വന്നത് അവന്റെ കാലിന്റെ നേരെയായിരുന്നു. അവൻ തട്ടി നേരെ നിലത്തേക്ക് വീണു. ഞാൻ വിചാരിച്ചത് അവനൊരു ലൈഫ് ആൻഡ് ഡെത്ത് റിലേറ്റിലെ മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 3 പേര് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ആ ഒരു മോൺസ്റ്ററിനെ അവൻ ഒറ്റക്ക് തന്നെ ഞങ്ങളെല്ലാവരും തന്നെ. ഈ സമയത്ത് 2 അറ്റാക്സ് അവന്റെ നേരെ വരുന്നുണ്ടായിരുന്നു. ദ ഹെവലി ഡീമൺ ജിങ്ഹോയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതേസമയം പിന്നെ കാണുന്നത് നമ്മുടെ ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലുള്ള ഓരോരുത്തരുടെ കൈയും കാലും ഈ മുറിച്ച് മാറ്റുന്നതാണ്. അവരുടെ കൈ കാലുകൾ പോയിട്ട് പോലും അവരുടെ ശരീരത്ത് ഒരു കുലുക്കവുമില്ല. ഞാനോ ഇനി അവരുടെ കൈകാലുകളല്ല, അവരുടെ തല മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്. ടാർഗറ്റിംഗ് സ്പെസിഫിക് ലൊക്കേഷൻ, ദ ഹെഡ്. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഓരോ ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലെ സോൾജേഴ്സിന്റെ തലയിൽ അവൻ ടാർഗറ്റ് ചെയ്യുന്നതാണ്. നാശം, ഇപ്പോൾ അവൻ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ തലയാണല്ലോ. അവൻ ഞങ്ങളെ കംപ്ലീറ്റ്ലി ഈ ഫൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് നോക്കുന്നത്. ഡീമൺ ലോർഡ് നായെ. പക്ഷെ പെട്ടെന്നാണ് അവനത് ശ്രദ്ധിക്കുന്നത്.
ബ്ലൂ ഹാൻഡ്സസ് ഇല്ല. ഓരോ സോൾജേഴ്സിന് ഒരു മുറിവുകൾ പോലും പറ്റിയില്ലെങ്കിൽ കൂടി അവരവിടുന്ന് അനങ്ങുന്നില്ലായിരുന്നു. അല്ല, ഇവരെന്താണ് ഈ കാണിക്കുന്നത്? അവരെന്താണ്? ആ സമയത്താണ് അവിടേക്ക് ഹിയോബോങ് നടന്നു വരുന്നത്. എന്നിട്ട് പറയും ചെയ്യും, അവർക്ക് ചിലപ്പോൾ വേദന എന്തെന്ന് അറിഞ്ഞുകൂടായിരിക്കും, പക്ഷേ അവർക്ക് മരണത്തിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാ നമ്മൾ നിർത്തിവെച്ചത് തുടങ്ങുകയല്ലേ? എടാ നായിൻ്റെ മോനെ! പെട്ടെന്ന് നാംഗുൻ പെട്രേച്ച് അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് മൂവ് അങ്ങോട്ട് യൂസ് ചെയ്യും. ആ സമയത്ത് ഹിയോബോങ് പറയും ചെയ്യും, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹെവലി ഡീമനുള്ള ഇയോൺ ചെയിൻ അവന് പകർന്നു നൽകിയ ഇലൂഷൻ സോട്ട് ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്തുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് നിന്ന് 3 സ്ഥലത്ത് നിന്ന് അറ്റാക്ക് വരുന്നത് പോലെ. നാശം, ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഹിയോബോങ് അവന്റെ നേരെ എത്തിക്കഴിഞ്ഞിരുന്നു. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് അവന്റെ ആ ഒരു ഇടത്തെ കൈ ഹിയോബോങ് മുറിച്ച് മാറ്റുന്നതാണ്. വേദന കൊണ്ട് അവൻ ഉച്ചത്തി നിലവിളിക്കാനും തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു അൺനെയിംഡുള്ള വീക്ക്ലിംഗ് എന്നെ ഡിമോണിക്കളുടെ നിങ്ങളെല്ലാവരും തന്നെ. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഹിയോബോങ് നല്ല ചിരിയിലായിരുന്നു. മെമ്പേഴ്സ് ഓഫ് ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ട് എല്ലാവരും തന്നെ ബാക്കിയുള്ള എനിമീസിനെ നമ്മൾ ഇപ്പൊ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും കൊല്ലാനായിട്ട് തുടങ്ങി. ക്യൂഐ ബ്ലേഡ് സെറ്റ് മാസ്റ്റർ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാൻ ഇവിടെ വർക്കൗട്ട് ആകത്തില്ല, നമ്മൾ എല്ലാവരും തന്നെ മരിക്കും. ഇനി നമുക്ക് അവസാനത്തെ ആ ഒരു പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പറഞ്ഞത് മനസ്സിലായോ? പക്ഷേ ആ ഒരു ട്രിക്കോ? നീ എന്താണ് പറഞ്ഞത്? അവൻ 200ഓളം സോട്ട്സ് ഒറ്റയടിക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് അവൻ ഇവിടെയുള്ള ഓരോരുത്തരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? ശരിയാണ്, അവനൊരു ലൈഫ് ആൻഡ് ഡെത്ത് റിലത്തിലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റാണ്. പക്ഷേ അവനൊരു മനുഷ്യനാണ്. ഓരോ മനുഷ്യർക്കും അവരുടെ ക്യൂ റിസർവിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതെത്തും. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഇയോന്റെ ആ ഒരു ക്യൂ എല്ലാം നിൽക്കേണ്ടായി. അവൻ്റെ ക്യൂ ഒക്കെ വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ സോഴ്സും നിലത്തേക്ക് വീഴാനായി തുടങ്ങി. അത് കഴിഞ്ഞിരിക്കുന്നു, അവൻ്റെ ക്യൂ കഴിഞ്ഞിരിക്കുന്നു. ഡീമലോട് നിലത്തേക്ക് വീഴുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സമയം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് നമ്മുടെ അൺറൈവൽ സോഡോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കിളവനും പിന്നെ സാർമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബെർസാർക്ക് സേബർ ഗോഡും നേരെ അവിടേക്ക് ചാടി ചെല്ലുന്നത്. അവർ 3 പേരും കൂടെ സൈമൾട്ടേനിയസ്ലി നമ്മുടെ ഇയോൺ ചിയോനെ അറ്റാക്ക് ചെയ്യാനാണ് ചെയ്യുന്നത്. എടാ നായെ, ഇയോൺ ചിയോൺ, നിന്റെ സമയമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഒരു എനർജി വീണ്ടും അവനങ്ങോട്ട് റിലീസ് ചെയ്തു. പിന്നെ കാണുന്നത് 2 ഫോംലെസ് ഉള്ള സോഡ്സ് ആണ്. പക്ഷേ ഒരു കയ്യിലേക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഉള്ള ഫയറും മറ്റേ കയ്യിലേക്ക് ആ ഒരു അൾട്ടിമേറ്റ് ഉള്ള ബ്ലാക്ക് ഫ്രോസ്റ്റും വരികയുണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അവന് ഇത്രയധികം പവേഴ്സ് ബാക്കിയുണ്ടായിരുന്നോ? അതിനർത്ഥം അവൻ ഞങ്ങളെ മനഃപൂർവ്വം ഈ ഒരു ട്രാപ്പിലേക്ക് വലിച്ചടിപ്പിക്കുകയായിരുന്നല്ലേ. ആൻഡ് ഇങ്ങനെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്.